എന്താടി ഇത് കാടി വെള്ളോ? എന്താ ഏട്ടാ, എന്താ ഇത്? പഞ്ചസാര കളിക്കൊണ്ടുവന്ന ചായ ആവുന്ന നീ പറയുന്നത്? ഞാൻ വേറെ ഇട്ടോണ്ട് വരാം. എന്താ വ്യത്യാസം? ഇത് തന്നെയല്ലേ വീണ്ടും ഇട്ടോണ്ട് വരാൻ പോകുന്നത്? പ്രേമിച്ചടന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ ഇത്രയും വലിയൊരു പഴംപഴുങ്ങിയാണെന്ന്. പക്ഷെ എന്റെ തലയിൽ പോയി എന്റെ ജീവിതം നശിപ്പിച്ച്. എന്താ ഇവിടെ ഒരു ശബ്ദം? ഇതെന്താ? അമ്മയ്ക്ക് ഇവിടെ വന്ന് ചായ ഇടാനെങ്കിലും പഠിപ്പിച്ചൂടെ? അതെങ്ങനെ? പഠിപ്പിച്ചു കൊടുത്ത പഠിക്കണ്ടേ? നല്ല ഒട്ടി കൊടുത്ത് പഠിപ്പിക്കണം. ഇതുപോലെ കുനിഞ്ഞ ഒരു ഇല പോലും എടുക്കാത്തുള്ളമാരെ പ്രേമിച്ചോണ്ട് വരുമ്പോഴേ നീ ഓർക്കണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനോ? ഞാനെടുത്ത് എന്റെ പെടലിക്ക് വെച്ചില്ലേ. ഉറുമ്പ് കയറുന്നതിന് എവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയി കുളിച്ചാൽ മതി. ഒരു ചായ പോലും മര്യാദയ്ക്ക് ഇടാൻ അറിഞ്ഞൂടാ. എന്തൊരു ജന്മമാടി നിന്റെ. മോളെ വേലി ചാടാനും എന്റെ മോനെ വളയ്ക്കാനും മാത്രമേ നിന്റെ വീട്ടുകാർ പഠിപ്പിച്ചോളാം. എന്തൊരു ജന്മോ. ഹലോ മോളെ പ്രിയ, നീ എവിടാ? ആ ഞാൻ ഇറങ്ങി. ചായക്കട കയറി ഒരു ചായ കുടിച്ചിട്ടങ്ങ് വരാം. ചായയോ? വീട്ടിൽ ചായ ഉണ്ടേ? ഏത് വീട്? ഒരു ഭാര്യ ഒരുത്തിയുണ്ട്, ഒരു ചായ പോലും ഇവിടെ അറിഞ്ഞൂടാ. നീ എൻ്റെ ഭാര്യയായിട്ട് വന്നിട്ട് വേണം ഒരു നല്ല ഫാമിലി ഉണ്ടാക്കാൻ. ഇന്നൊരു അവസ്ഥയല്ലേ? അല്ലെങ്കിൽ ഇവളെയൊക്കെ സ്നേഹിക്കുമ്പോൾ നീ ഓർക്കണമായിരുന്നു. ഒന്നും അറിഞ്ഞില്ല, ഇവളുടെയൊക്കെ സ്വഭാവമൊക്കെ തിരിച്ചറിയുന്നത് നീയായിരുന്നു. ആ പോട്ടെ, എൻ്റെ വിധി. ഈ ശല്യം ഒന്ന് പോയി കിട്ടിയാൽ മതി. എന്നിട്ട് വേണം ഞാൻ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതം തുടങ്ങാൻ. നീ സ്നേഹിച്ചു കെട്ടിയതല്ലേ? ഇവളുടെയൊക്കെ സ്വഭാവമൊക്കെ അന്നേ മനസ്സിലാക്കണമായിരുന്നു. ഇന്നെ പറഞ്ഞിട്ടെന്താ? സ്നേഹിച്ചൊക്കെ തന്നെ, പക്ഷേ വലിയ അബദ്ധമായിപ്പോയി. വീട്ടുകാരെയൊക്കെ വെറുപ്പിക്കുകയും ചെയ്ത് ഒരു പഴം വിഴുങ്ങി പെണ്ണിനെ കിട്ടി. ഒരു ഗുണവുമില്ല. ദിവ്യ, എന്താ അമ്മ നീ മുറിന്ന് പുറത്തിറങ്ങില്ലേ? ഇവിടെ ഉറച്ചിരിക്കുകയാണോ? അമ്മ, ഞാൻ തറ തുടക്കിയായിരുന്നു. എനിക്ക് ആര് വെള്ളം ചൂടാക്കും? എനിക്ക് കുളിക്കണ്ടേ? എനിക്ക് ആഹാരം കഴിക്കണ്ടേ? പോയി വെള്ളം തിളപ്പിച്ച് പച്ചവെള്ളം ചേർത്ത് ബാത്റൂമിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് എന്നെ വിളിക്കണം. കുളിച്ചിട്ട് വരുമ്പോ കാപ്പി എടുത്ത് വയ്ക്കണം. ഒന്ന് അനങ്ങി നിറ്റടി. ഇങ്ങനെ ഒരുത്തിയാണല്ലോ എന്റെ മോന് കിട്ടിയത്. നീ നാടി തൂങ്ങി നിൽക്കാതോ ഒന്ന് അണി എടുത്തോണ്ട് പോടിയോട്ട്. അമ്മ, ഞാൻ ഒരു കാര്യം പറയാം. അവളെ അധികം നാൾ ഇവിടെ നിർത്താൻ പറ്റൂല. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മയും കൂടെ ആഞ്ഞ് പരിശ്രമിച്ചാലേ അവളെ ഇവിടെ നിന്ന് ചാടിക്കാൻ പറ്റും. ചേട്ടാ, എന്നാലും നിനക്ക് പറ്റിയൊരു പറ്റേ. പ്രേമിച്ച കാലത്ത് ഞാൻ അറിഞ്ഞു ഇതിങ്ങനെ ഒരു ഞഞ്ഞാപിഞ്ഞയാണെന്ന്. വീട്ടുകാരുടെ കയ്യിലാണെങ്കിൽ പൂത്ത പണമുണ്ട്. പക്ഷെ എൻ്റെ കൂടെ വന്നതിന് ശേഷം അവളെ അടിച്ചിറക്കിയില്ലേ. അതുകൊണ്ട് എനിക്കിപ്പോൾ അവളെ വേണ്ട. അല്ല, ഇവളെ ഇങ്ങനെ ഞാൻ തീറ്റിപ്പോറ്റുന്നതിന് എനിക്കെന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? ശരിയടാ, പക്ഷെ പ്രിയായിട്ടുള്ള ബന്ധം ഇപ്പൊ അവൾ അറിയണ്ട കേട്ടാ. ഇനി ആ കാരണം പറഞ്ഞ ആയിരിക്കരുത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം പിരിയണം, കേട്ടില്ല? അവളായിട്ട് ഇറങ്ങിപ്പോണാണ് നമുക്ക് നല്ലത്. ആ, നോക്കി ചെയ്യാം അമ്മ. പിന്നെ അമ്മയുടെ ഒരു കണ്ണെല്ലാത്തിലും വേണം. അമ്മ, ദീപുവിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു മാറ്റവും ഇല്ല. മോളെ, അവൻ നിനക്ക് ശരിയാവൂല. ശരിയാവോ ഇല്ലെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് ദീപുവിനെ മതി. അവൻ എന്നെ നന്നായിട്ട് നോക്കും. നിങ്ങൾ നോക്കുന്നേക്കാളും നന്നായിട്ട്. ഞാൻ എന്തായാലും അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവും, നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ. അമ്മ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും? അമ്മയുടെ സൗണ്ട് എനിക്കൊന്ന് കേൾക്കണം. ഈ ഒളിച്ചും പാത്തോളെ കാണലൊക്കെ എന്നാ ദീപു നിൽക്കുന്നേ? എന്റെ വീട്ടിൽ കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മോളെ, നീ ടെൻഷൻ അടിക്കാതെ. അവള് വൈകാതെ അവളുടെ കാമുകനോട് ഒളിച്ചോടിക്കും. പിന്നെ നമുക്ക് മുന്നിൽ ഒരു തടസ്സം ഉണ്ടാവില്ല. എന്നല്ലേ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അവളുടെ കാമുകൻ തിരിച്ചു വരുന്നു. ഇപ്പൊ അവൾക്ക് നിന്നെ വേണ്ടതാനും. എന്ത് ചെയ്യാനാ? എല്ലാം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നേ. അതെ, വിധി അല്ല എന്ന് പറയാന്. അവള് പോയിട്ട് വേണം നമുക്കൊരുമിച്ചൊരു നല്ല ലൈഫ് തുടങ്ങാൻ. ശരിയാവണം. എന്താ ദിവ്യ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? നിന്റെ പണിയെല്ലാം കഴിഞ്ഞാ? ഏകദേശം ഒതുങ്ങിയ അമ്മ. ഏകദേശം? അപ്പൊ ഈ മോളിൽ കിടക്കുന്ന എന്റെ തുണിയൊക്കെ ആരും മടക്കി വെക്കും? നല്ല വെയില അമ്മ, കുറച്ച് കഴിഞ്ഞിട്ട് മടക്കാം. പിന്നെ എനിക്ക് നല്ല വയ്യായികയുണ്ട്. നല്ല ചൂടോടുകൂടി മടക്കി വെച്ചാലേ തുണികളൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. ആ, അത് കഴിഞ്ഞിട്ട് വന്ന് ആഹാരം കഴിച്ചാൽ മതി.
അല്ലേലും സമയത്തിന് ആഹാരം കഴിച്ചാലേ നല്ല ക്ഷീണം ഉണ്ടാവും. ശരിയമ്മ. അമ്മേ, അയ്യോ അയ്യോ, എന്ത് പറ്റി ദിവ്യേ? ദിവ്യേ, ദേ. അമ്മ എന്ത് എവിടെ ഇരിക്കുന്നത്? എടാ, ആകെ കൊഴുപ്പായി. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്ത് പറ്റി? അവള് പ്രിയെ കുറിച്ച് വല്ല അറിഞ്ഞോ? ദിവ്യ പ്രഗ്നന്റ് ആണെന്ന്. പ്രഗ്നന്റ്? ആ, അയ്യോ, പ്രിയ എടുത്ത് ഞാൻ ഇനി എന്ത് പറയും? ദിവ്യക്ക് ഒരു അവിഹിതം ഉണ്ടെന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇത് എങ്ങനെ ഞാൻ മാനേജ് ചെയ്യുമെന്ന്? നീ ഒപ്പിച്ചതല്ലേ രണ്ടും. നീ എന്നെ ഒരു പോംവഴി കൂടെ കണ്ടു. പ്രിയ എടുത്ത് ഇനി ഇത് മറ്റവന്റെ കുഞ്ഞാണെന്ന് വല്ലതും പറഞ്ഞാലോ? അല്ലെങ്കിൽ വല്ലതും കലക്കി കൊടുത്തിട്ട് ഇതങ്ങ് നശിപ്പിച്ചാലോ? അവൾ എവിടെ? അവൾ മുകളിലുണ്ട്. ഞാൻ ഒന്ന് പോയി നോക്കിട്ട്. ഏട്ടാ, എന്താ? അമ്മയൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ഏട്ടാ എന്താ ഒന്നും പറയാത്ത? ഒരു സന്തോഷവും കണ്ടില്ല. ഞാനെങ്ങനെ സന്തോഷിക്കണം? നമ്മൾ ഈ കുഞ്ഞിനെ കളയാൻ പോവില്ലേ? കളയാനോ? ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാൻ എങ്ങനെ വളർത്തും ഇതിനെ? ഞാനിപ്പോ ഒരു അച്ഛനാവാൻ തയ്യാറല്ല. നിന്റെ ചെലവ് കൂടാതെ ഇനി പ്രസവ ചെലവും കൂടെ. എടി, നീ കെട്ടിക്കേറി വന്ന് പക്ഷെ 10 പൈസ നീ കൊണ്ടുവന്നിട്ടില്ല. അത് നിനക്കറിയാലോ. സ്നേഹിച്ചിട്ട് ഇതപ്പോ ചേട്ടൻ പറഞ്ഞല്ലേ എന്റെ വീട്ടിലോട്ട് ഒന്നും വേണ്ടെന്ന്? അത് അന്നത്തെ ആ വീറിലും വാശിയിലും ഒക്കെ ചെയ്തതല്ലേ. പിന്നെ ജീവിതത്തോടടുത്തപ്പല്ലേ ഇതിൻ്റെ അകത്തുള്ള സത്യാവസ്ഥയൊക്കെ മനസ്സിലാവുന്നു. ലൈഫിൽ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. നാളെ റെഡിയായി നിൽക്കണം. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും.